നമസ്കാരം. ഇമ്മണി വല്യൊന്നിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വ്യത്യസ്തമായ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിവിസിബിലിറ്റി ടെസ്റ്റ്. These are the tests used to check whether a given number is divisible by another number exactly using shortcuts or without doing the actual division. അതായത് ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് റിമൈൻഡർ വരാതെ, അതായത് എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ ലോങ് ഡിവിഷൻ ചെയ്യാതെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ടെസ്റ്റ്സ് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ് കുറെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ. അപ്പൊ ലെറ്റ്സ് ഡിസ്കസ് ദീസ് ടെസ്റ്റ്സ്. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതെങ്കിലും ഒരു നമ്പർ 2, 3, 4, 5, 6, 8, 9, 10 or 11 കൊണ്ട് എങ്ങനെ ഡിവിസിബിൾ ആണ് എന്ന് നോക്കുന്ന ടെസ്റ്റ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് 7ന് ഒരു ടെസ്റ്റ് സിലബസിൽ, ഇതിപ്പം 6th സ്റ്റാൻഡേർഡ് NCERT സിലബസ് പ്രകാരമാണ് ഞാനിപ്പോ ഈ ടോപ്പിക് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ സെയിം ടോപ്പിക് 8th സ്റ്റാൻഡേർഡിലും ഉണ്ട്, കുട്ടിക്ക് പഠിക്കാനുണ്ട്, ഒരു റിവിഷൻ എന്ന നിലയിൽ. അപ്പൊ ഇത് ചാപ്റ്റർ പ്ലേയിങ് വിത്ത് നമ്പേഴ്സ്. അപ്പോൾ ഈ 7ന്റെ ടെസ്റ്റ് നമ്മൾ സാധാരണ NCERT സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാര്യം ഈ ടെസ്റ്റ് 7ന്റെ ഒരു ടെസ്റ്റ് ഉണ്ട്, പക്ഷെ അത് അത്രയും സാധാരണ ഡിവിഷൻ ചെയ്യുന്ന അത്രയും തന്നെ ടൈം എടുക്കുന്ന ഒരു ടെസ്റ്റാണ് 7ന്റേത്. അതുകൊണ്ട് അതിനെ ഷോർട്ട് കട്ട് എന്ന് പറയാൻ പറ്റൂല. അതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് തോന്നിയത്, നമ്മള് ഇപ്പം ഒരു കൊക്കിനെ പിടിക്കാൻ വേണ്ടി ഒരു മെത്തേഡ് മുമ്പ് പറയാറുണ്ട്. എന്താന്ന് വിചാരിച്ചാല് ആദ്യം കുറച്ച് വെണ്ണ എടുത്ത് കൊക്കിന്റെ നെറ്റിയിൽ വെക്കാം. അപ്പോൾ ഈ വെണ്ണ കുറച്ച് മെൽറ്റായി താഴേക്ക് വന്ന് കൊക്കിന് കണ്ണ് കാണാതെ ആവും. ആ സമയത്ത് കൊക്കിനെ പിടിക്കാം. അതേപോലെയുള്ള ഒരു ടെസ്റ്റാണ് ഈ 7ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റിനെ പറ്റി എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് ആദ്യം വാട്ട് ഈസ് ദ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഓഫ് 2 അത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ 2ന്റെ ടെസ്റ്റ് വളരെ ഈസിയാണ്. നമ്പേഴ്സ് ending with digits 0, 2, 4, 6, 8 or 0 are divisible by 2. വേറൊരു തരത്തിൽ പറഞ്ഞാല് എല്ലാ ഈവൻ നമ്പേഴ്സും 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ ഒരു നമ്പറിന് ഈവൻ നമ്പർ ആണോ എന്ന് നോക്കാൻ വേണ്ടി അതിന്റെ വൺസ് പ്ലേസ് അല്ലെങ്കിൽ യൂണിറ്റ്സ് പ്ലേസ് ആ ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതിയാവും നമുക്ക്. അപ്പൊ ഈ ഡിജിറ്റ്സിൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് ഒക്കെ 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. ആൻഡ് നെക്സ്റ്റ് 3. എങ്ങനെയാണ് ഒരു നമ്പർ, ഈ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ശരിക്കും അപ്ലിക്കബിൾ ആയത് വലിയ വലിയ ലാർജ് നമ്പേഴ്സിനാണ്. ചെറിയ നമ്പേഴ്സ് നമുക്ക് അറിയാം, കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഓരോന്നും കൃത്യം ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പൊ വെരി ലാർജ് നമ്പേഴ്സിന്റെ കേസിലാണ് നമുക്ക് ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് വരിക. അപ്പൊ 3യുടെ ടെസ്റ്റ് എന്ന് പറഞ്ഞാല് ആദ്യം തന്നെ യു ഹാവ് ടു ഫൈൻഡ് ദി സം ഓഫ് ദി ഡിജിറ്റ്സ്. ആ നമ്പേഴ്സിലുള്ള എല്ലാ ഡിജിറ്റ്സിന്റെയും സമ്മ് കണ്ടുപിടിക്കണം. ഇഫ് ദാറ്റ് സം ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3, ആ സമ്മ് 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ ദ ഹോൾ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3. അതാണ് 3യുടെ ഡിവിസിബിലിറ്റി ടെസ്റ്റ്. ഇനി 4, ഒരു വലിയ നമ്പർ അല്ലെങ്കിൽ ഒരു നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണമെങ്കിൽ എന്ത് വേണമെന്ന് വിചാരിച്ചാൽ the number formed by the last 2 digits
ഒരു എക്സാമ്പിൾ, നമുക്ക് എക്സാമ്പിൾസ് ഇവിടെ ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ. അപ്പൊ ദ നമ്പർ ഫോംഡ് ബൈ ദി ലാസ്റ്റ് 2 ഡിജിറ്റ്സ്, അത് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടൂ. ആ ലാസ്റ്റ് 2 ഡിജിറ്റ്സ്, അതായത് വൺസ് പ്ലേസിലെയും ടെൻസ് പ്ലേസിലെയും ഡിജിറ്റ്സ് കൂടിയ നമ്പർ. എക്സാമ്പിൾ, ഇപ്പം 700 അല്ലെങ്കിൽ 1724 എന്നൊരു നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണമെങ്കിൽ നമുക്ക് ഈ 24 മാത്രം നോക്കിയാൽ മതി. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് വെച്ച് ഫോം ചെയ്യുന്ന നമ്പർ. And we know that 24 is divisible by 4. So the whole number, we can say that 1724 is divisible by 4. ഇതാണ് 4ന്റെ ടെസ്റ്റ്. ഇനി 5ന്റെ ടെസ്റ്റ് ഈസിയാണ്. If a number is divisible by 5, the number should end with digits 0 or 5. 0 5 എൻഡ് ചെയ്യുന്ന എല്ലാ നമ്പേഴ്സും 5 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അതായത് 985 or 8985. The ones place digit here is 5. അല്ലെങ്കിൽ 1230. The ones place digit here is 0. So these two numbers are exactly divisible by 5. ഇനി 6ന്റെ divisibility test എന്താണെന്ന് വെച്ചാൽ, if a number is divisible by both 2 and 3, 2 കൊണ്ടും 3 കൊണ്ടും ഡിവിസിബിൾ ആയ എല്ലാ നമ്പേഴ്സും 6 കൊണ്ടും അതിന്റെ പ്രൊഡക്റ്റ് ആയ 6 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും. അപ്പൊ ഒരു കാര്യം നമുക്ക് ഉറപ്പായി, 6 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ ആ നമ്പർ ഒരു ഈവൻ നമ്പർ ആയിരിക്കണം, നല്ല 2 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കുള്ളൂ. അപ്പൊ ഒരു ഓഡ് നമ്പർ ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റും അത് 6 കൊണ്ട് ഡിവിസിബിൾ അല്ല എന്ന്. അപ്പൊ 6 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ 2 കൊണ്ടും 3 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇസ് 7ന്റേത് ടെസ്റ്റ് ഉണ്ട്, പക്ഷെ വി cannot call it as a shortcut. എളുപ്പ വഴി എന്ന് പറയാൻ പറ്റൂല. We'll discuss it later. ഇനി 8ന്റേതും വലിയ നമ്പർ ആണെങ്കിലേ നമുക്ക് കാര്യമുള്ളൂ. അതായത് 8ന്റെ ടെസ്റ്റ് എന്താണെന്ന് പറഞ്ഞാല്, ദ നമ്പർ ഫോംഡ് ബൈ ദി ലാസ്റ്റ് 3 ഡിജിറ്റ്സ്, അതായത് വൺസ്, ടെൻസ് ആൻഡ് ഹൺഡ്രഡ്സ് പ്ലേസ്, ഈ 3 പ്ലേസിലും കൂടി ഫോം ചെയ്യുന്ന നമ്പർ, അതായത് ഒരു 3 ഡിജിറ്റ് നമ്പർ, അത് 8 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ദ ഹോൾ നമ്പർ വിൽ ബി ഡിവിസിബിൾ ബൈ 8. അതാണ് 8ന്റെ ടെസ്റ്റ്. ഐ ഗിവ് ആൻ എക്സാമ്പിൾ. 73,512 ഈ നമ്പറാണ് നമുക്ക് കിട്ടിയത്. ഇതിൽ 8 ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടി. അപ്പൊ എന്ത് വേണമെന്ന് വിചാരിച്ചാല്, ഈ ലാസ്റ്റ് 3 ഡിജിറ്റ് വന്ന് ഫോം ചെയ്യുന്ന നമ്പർ, അതായത് 512 8 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നമ്മൾ നോക്കണം. അത് എന്തായാലും ഡിവൈഡ് ചെയ്ത് നോക്കിയേ പറ്റുള്ളൂ. 8 6 8s are 48. Then 51 minus 48 is 3, 32. 4 8s are 32. This is divisible. 0 remainder കിട്ടുന്നുണ്ട്. So this whole number 73,512 is divisible by 8. This is the test of 8. And how can we check whether a number is divisible by 9? 9ന്റെ ടെസ്റ്റും 3യുടെ ടെസ്റ്റും സെയിം ആണ്. That is, to check whether a number is divisible by 9, we have to find the sum of digits in that number. ആ നമ്പറിലെ എല്ലാ ഡിജിറ്റ്സിന്റെയും സം കണ്ടുപിടിക്കണം. If that sum is a multiple of 9, we can say that the whole number is divisible by 9. അതായത്, let's consider a number 5283. Find the sum of digits. 5 plus 2, 7. 7 plus 8, 15. 15 plus 3. 5 plus 2 plus 18 plus 3 is 18. We get the sum of digits here is 18, which is a multiple of 9. 18 എന്ന് പറയുന്നത് 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. So this number
is divisible by 9. The answer is yes. Check whether means you have to write yes or no after doing the test. And the next is 10. So simple. 10 in the divisibility test ആണ് ഏറ്റവും ഈസി. Any number ending with the digit 0. അതായത് ones place ലെ digits 0 ആയാൽ that number will be divisible by 10. അത് മാത്രമേ നോക്കണ്ടു. ഏറ്റവും റൈറ്റ് മോസ്റ്റിലുള്ള ഡിജിറ്റ് 0 ആണെങ്കിൽ ആ നമ്പർ 10 കൊണ്ട് divisible ആയിരിക്കും. So any number ending with a 0 is divisible by 10. Then 11. 11താണ് കുറച്ചും കൂടി ബുദ്ധിമുട്ടെന്ന് പറയാനില്ല. എന്നാലും okay, consider the number 61,809. 11ന്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞാല് we have to find the sum of digits in the even places and odd places starting from the right side. അതായത് ഏറ്റവും വലത്തെ അറ്റത്തുനിന്ന് ഓഡ് പ്ലേസിൽ വരുന്ന ഡിജിറ്റ്സും ഈവൻ പ്ലേസസിൽ വരുന്ന ഡിജിറ്റ്സും സം സെപ്പറേറ്റ് കാണണം. Okay, let's find it. Here, odd places, the digits are 9 at ones place and this is the digit in the third place. And this alternate places. These are the digits in the odd places. Let's add 9 plus 8 plus 6. 9 plus 8, 17. 17 plus 6, 23. And let's find the sum of digits in the even places. അതായത് സെക്കൻഡ് പ്ലേസിലും ഫോർത്ത് പ്ലേസിലും ഇതാണ് ഈവൻ പ്ലേസസ്. The sum 0 plus 1 is equal to 1. Then what to find is you have to find the difference of these two sums. അതായത് 23 minus 1 is equal to 22. We got the difference of these two sums as 22. And we know that 22 is a multiple of 11. 22 എന്ന് പറയുന്നത് 11ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. So the whole number, that is 61,809 is divisible by 11. Without doing the actual division, we can find all these numbers whether they are divisible by each of these. I think it is clear. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. 7ന്റെ ടെസ്റ്റ് ഉണ്ട് പറയാൻ വേണ്ടി. ഓക്കെ, ഞാൻ പറയാം, പക്ഷെ അത്രയും അത് വലിയ കാര്യമില്ല, ഇതുപോലെ ഈസി അല്ല. ആൻഡ് ലെറ്റ്സ് കൺസിഡർ വൺ നമ്പർ 161. ഈ 7ന്റെ ടെസ്റ്റ് ഇതില് ബുക്കില് പഠിക്കാനില്ല. ആൻഡ് ദ ടെസ്റ്റ് ഈസ് എന്ത് വേണമെന്ന് വിചാരിച്ചാല് ഏറ്റവും റൈറ്റ് മോസ്റ്റിലെ ഡിജിറ്റ്, അതായത് വൺസ് പ്ലേസ് ഡിജിറ്റ് കൺസിഡർ ചെയ്യാം. ഹിയർ ഇറ്റ് ഈസ് 1. ഇനി എന്ത് വേണമെന്ന് വിചാരിച്ചാല് ഈ 1ന്റെ ഡബിള് 2. അപ്പൊ ഈ നമ്പർ ഒഴികെ ബാക്കി വരുന്ന നമ്പേഴ്സ് 16 ആണ്. ഈ 16 നിന്ന് ഇതിന്റെ ഡബിള്, that is 2, should be subtracted. 16 minus 2 is 14. 14 is a multiple of 7. So this whole number will be divisible by 7. ഇതാണ് 7ന്റെ ടെസ്റ്റ്. Consider one more, 564. Then one's place digit here is 4. And double of 4 is 8. ഇനി 56 എന്ന് ഇതിന്റെ ഡബിള് 8 സബ്ട്രാക്ട് ചെയ്യാം. It is 48. 48 is not a multiple of 7. 49 ആണെന്നെങ്കിൽ ഓക്കെ. അപ്പൊ 7ന്റെ മൾട്ടിപ്പിൾ അല്ല. 48 is not a multiple of 7. So this whole number 564 is not divisible by 7 is the answer. I think it is clear. Test of 7. And we have to complete this table. കുറച്ച് നമുക്ക് ചെയ്യാം, ബാക്കി എല്ലാവരും ഹോംവർക്കായി ഒന്ന് ചെയ്ത് നോക്കുക. Okay, first we have to check these 5 numbers, given 5 numbers, whether they are divisible by each of these. ഇതുകൊണ്ട് divisible ആണോ എന്ന് fill ചെയ്യാം. You have to write yes or no in the table. ടേബിളില് നോക്കാം. 275. 275 is an odd number. So the answer is no. No. 2 കൊണ്ട് divisible അല്ല, ഇതൊരു odd number ആണ്. Then let's try 3. 7 plus 2, 9.
9 plus 5, 14. 14 is not a multiple of 3. So this number is not divisible by 3. And 4. 4 പിന്നെ നോക്കേണ്ട കാര്യമില്ല. Last 2 digits 75 is not a multiple of 4. So the answer is no. Then let's try 5. The number ended with the digit 5, so it is divisible by 5. The answer is yes. Next, since we got this number is not divisible by both 2 and 3. 2 കൊണ്ടും 3 കൊണ്ടും divisible അല്ല ഈ നമ്പർ. അതുകൊണ്ട് തന്നെ 6 കൊണ്ടും divisible അല്ല. And 8. Multiples of 8 are even numbers. So this also. അല്ലെങ്കിൽ 275 മൊത്തം നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. The test is the last 3 digits should be a multiple of 8. So here also it is no. And 9. Already we have found the sum. 7 plus 2, 9 plus 5, 14 and 14 is not a multiple of 9. So the answer is no. Then 10. It should end with the digit 0. Then only it will be divisible by 10. So it is no. And let's try the last. 5 plus 2. 7 minus 7. Odd places sum is 7 and here even place is 7. 7 minus 7 is 0. And 0 it is yes. Test of 11 is, in the example we got the difference as 22, which is a multiple of 11. So the answer was yes. And here we got the difference of these two sums as 0, then also it is divisible by 11. So the test of 11 is the difference should be either 0 or a multiple of 11. So the answer is yes. Next, since it is an even number, the answer is yes. Divisible by 2. Then find the sum. 5 plus 1, 6. 6 plus 6, 12. 12 plus 8, 20 is not a multiple of 3. So the answer is no. Then 4. We have to divide 86 by 4. Let's try 86 by 4. 2 4s are 8. Then 6. 1 4s are 4. Remainder is there. It is not exactly divisible. So the answer is no. And 5. The digit not ending with 0 or 5. It is no. And 6. We have found that this number is not divisible by 3. 2 കൊണ്ടും divisible ആണ്. 2 കൊണ്ടും 3 കൊണ്ടും. എന്നാൽ മാത്രമേ 6 കൊണ്ടും divisible ആവുള്ളൂ. So here also no. Then 8. How to check whether this is divisible by 8? The number formed by the last 3 digits. അതായത് 856. 8ൽ ഒന്ന് നോക്കണം. ഓക്കെ, ബട്ട് നോക്കേണ്ട കാര്യമില്ല. 4 കൊണ്ട് ഈ നമ്പറിനെ 4 കൊണ്ട് ഡിവിസിബിൾ അല്ല, പിന്നെ 8 കൊണ്ട് എന്തായാലും ആവില്ലല്ലോ. Because 4 is a factor of 8. So we can write the answer as no. And let's try 9. What is the sum? 5 plus 1, 6. 6 plus 6, 12. 20. It's not a multiple of 9. So no. And 10. No. Let's take 11. 5 plus 6, 11 minus 8 plus 1, 9. The sum is not a 0 or a multiple of 11. So the answer is no. And we have seen that this number is divisible by only 2. No other numbers are factors of this. And let's check the next. It is an even number, so divisible by 2. Next, 2 plus 8, 10. 10 plus 5, 15. 15 plus 6, 21 is a multiple of 3. 21 is a multiple of 3. So the answer is yes. Next, 4. Whether this is a multiple of 4? For that, 56 divided by 4. 1 4s are 4. Yeah, 60. 4 4s are 60. It is yes. And since this is divisible by both 2 and 3, the answer is yes, 4, 6. And here, 1's place digit is 6. The answer is no.
856. 856. Let's find out. 856 is the digit formed by the last 3 digits. 1 8s are 8, then 5, it won't go, then 56, 7 8s are 56. Yeah, it's exactly divisible. So the answer is yes. Then 9. Find the sum. 8 plus 2, 10, plus 5, 15, plus 6, 21 is not a multiple of 9. So the answer is no. Then 10, the digit, the number does not end with the digit 0. So the answer is no. And let's check whether 11 is a factor of this number is divisible by 11. Sum. 6 plus 8, 14. 5 plus 2, 7. 14 minus 7 is 7. It is not 0 or a multiple of 11. So the answer is no. Next comes 4. 1's place digit is 4, which is an even number, so it is yes. Next, find the sum. 4 plus 2, 6. Plus 9, 15. Plus 7, 22. Plus 1, 23. Plus 4, 27 is a multiple of 3. So it is yes. Yes. Next, 4. Last 2 digits. 14 is not a multiple of 4. So the answer is no. Next, 5 is not 5 or 0. So the answer is no. Then 6. Since both by 2 and 3, this is yes. Next 8, 714. The last 3 digits are 714. That we have to divide and check. 714. But here no need. This number is not divisible by 4. So it won't be divisible by 8 also. Or if you divide, you won't get 0 remainder here. So the answer is no. Then 9. What's the sum we got here? 27, no? Yeah, 10. It's 27. So it is yes. And 1's place digit is not 0. So no. Then test of 11. That is 4 plus 7. 11. 11 plus 2. 30. First sum is 30. Then even places. 9 plus 1, 10. 10 plus 4, 14. Then 14 minus 30 is not a 0 or a multiple of 11. So this number is not divisible by 11. And the last, 0. Ending with 0 is an even number. So it is divisible by 2. Then let's find the sum. 12 plus 3, 15 plus 6, 21. 21 is a multiple of 3. So it is divisible by. Then last 2 digits. Here comes as 10, which is not a multiple of 4. So this whole number is not divisible by 4. And 5. Yes. Because this number end with the digit 0. So this whole number is divisible by 5. Then let's take 6. The answer is yes, because this number is divisible by both 2 and 3. So it is divisible by 6. And 8. We have to check 210. But we see that 210 is not a multiple of 8, since it is not a multiple of 4. So the answer is no. Then 9. What's the sum we got here? 6 plus 3, 9. 9 plus 9, 18. 18 plus 2, 20 plus 1, 21 is not a multiple of 9. So the answer is no. Then 10. Yeah, this end with the digit 0. So the answer is yes. And the last test for 11. The sum of digits in the odd places. 0 plus 2. 2. 2 plus 3. 5. First sum is 5. And the second sum, even places. 1 plus 9, 10. 10 plus 6, 16. Then 16 minus 5 is 11. We got
the difference of the two sums as 11, which is a multiple of 11. So this big number, whole number is divisible by 11. I think this is very clear. So we can stop, wind up this episode here. Please subscribe the channel and see you in the next episode. Bye.